ഇന്ന് നമുക്ക് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു 4 ഉള്ളി, 3 തക്കാളി, കുറച്ച് കറിവേപ്പില, പുതിന, മല്ലിച്ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കുറച്ച് കൂടുതലെടുക്കാം. അതുപോലെ ഞാനിന്ന് ഉപയോഗിക്കുന്ന പ്യൂജിൻ്റെ തൈരാണ്. നല്ല സൂപ്പർ തൈരാണ് കേട്ടോ. ആവശ്യത്തിന് തൈര്. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ. നമ്മളെ മസാലക്കൂട്ട് ഇതാണ്. AK സ്പൈസസിൻ്റെ ബിരിയാണി. 800-ൻ്റെ കോഴിയാണ് ഞാൻ എടുത്തത്. 12 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. കോഴിയിലേക്ക് ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, പുതിന, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്ക് ആവശ്യത്തിന് ഒരു ചെറുനാരങ്ങ നീര് 1/2 പകുതിയാണ് ഞാൻ ചേർക്കുന്നത്. ആവശ്യത്തിന് തൈര്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മഞ്ഞപ്പൊടിയാണ്. നാടൻ മഞ്ഞപ്പൊടിയുടെ ഉള്ളത് മഞ്ഞപ്പൊടി, തനി നാടൻ മഞ്ഞപ്പൊടിയാണ് കേട്ടോ. മഞ്ഞപ്പൊടി കിലോന് 400 രൂപയുണ്ട്. ഒറിജിനലാണ് മഞ്ഞപ്പൊടി. ഒരാവശ്യതാണ്. 1 സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മളെ മസാലൻ്റെ കൂട്ടിൻ്റെ അകത്ത് ഉപ്പുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ ഭാഗത്ത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റും. നെയ്ച്ചോറുണ്ടാക്കാം. ഞാൻ ഇന്നെടുത്ത് ജീരകശാലിൻ്റെ അരിയാണ് കേട്ടോ. ഒരുപാട് അരി എടുത്തിട്ടുണ്ട്. വിറകടുപ്പിലാണ് തീ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കനലാട്ട്. ഇനി നമ്മളെ മസാല ഒന്ന് പകുതി വേവിച്ചെടുക്കാം. 1 പാട്ട അരിക്ക് 1.25 പാട്ട വെള്ളം. സാധാരണ 2 പാട്ടയാണ് വെള്ളം കൂട്ടാറ്. അരമുറി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കും. വെള്ളത്തിലേക്ക് തേങ്ങ എണ്ണ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ കൊടുക്കാം. കുറച്ച് മല്ലിയില, പുതിന, അതുപോലെ പട്ട, ഗ്രാമ്പ്, ഏലക്കായി, കുറച്ച് പെരിഞ്ചീരകമൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പകുതി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഒരു 75% കുറച്ച് ഒന്ന് വേകട്ടെ. ചെറിയ തീയിൽ വേവിക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ വേവ് നോക്കാം. ഇനിയും ഒരു 20% ചോറ് വേകാനുണ്ട്. അതുപോലെ നമ്മുടെ കോഴിയും 20% വേകാൻ വേണ്ടി ബാക്കിയുണ്ട്. ഇട്ടെടുക്കാം. നമ്മുടെ ബിരിയാണി മസാല ലേശം